നമ്മുടെ ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അറിയപ്പെടുന്ന ദേവദാസനായിരുന്നു പാസ്റ്റർ ഷിബു പീഡിയേക്കൽ. അദ്ദേഹം പെന്തക്കോസ്ത് സഭ വിട്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് പോയി. അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മേൽ വലിയ സൈബർ ആക്രമണങ്ങളാണ് നടന്നത്. വലിയ സൈബർ ആക്രമണങ്ങൾ നടന്നു. അതിന് അദ്ദേഹം പ്രതികരിക്കുകയും പിന്നെ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഉണ്ടാക്കി നല്ല നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ പെന്തക്കോസ്ത് സമൂഹങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നമ്മൾ പറയുമ്പോൾ പിശാച് കുരിശ് കാണുന്ന പോലാണ് ഷിബു പീഡിയേക്കൽ പാസ്റ്ററിനെ കണ്ടിരുന്നത്. പക്ഷേ സാറൊരു പെന്തക്കോസ്തുകാരനായിട്ടും ഗോസ്പൽ TV എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ഈ ചാനലിൽ കൊണ്ടുവന്ന് വലിയ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടത്തി വീണ്ടും അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതി, അങ്ങനെ ചെയ്യുന്ന ഒരു പരാതി ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് ആ ഒരു കാര്യത്തിനുള്ള പ്രതികരണം? അതിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, അതായത് സാറിന്റെ ചാനലിന്റെ പ്രൊമോഷന് വേണ്ടി അല്ല, ഒരിക്കലും അല്ല. ഞാൻ എപ്പോഴും അറിവുള്ളവരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്ന്, അവരിൽ നിന്ന് കേൾക്കും. അതായത് പാസ്റ്റർ ഷിബു പീഡിയേക്കലിനോട് നേരിടാൻ ചങ്കൂറ്റമുള്ള ഒരൊറ്റ പെന്തക്കോസ്തുകാരനും ഇന്ന് കേരളത്തിലില്ല. കേരളത്തിന് വെളിയിലുണ്ടോ? നമ്മൾ മലയാളിയുടെ കാര്യമാണല്ലോ പറയുന്നത്, കേരളത്തിൻ്റെ വെളിയിലേക്ക് എല്ലാ കാര്യമല്ലല്ലോ പറയുന്നത്. കാരണം ഇവൻ അനിൽ കൊടുത്തോട്ടവും ആണ് ഇപ്പോൾ വലിയ ആളായിട്ട് നമ്മൾ കാണുന്നത്. അനിൽ കൊടുത്തോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രഗത്ഭന്മാരുണ്ടല്ലോ, പല ആളുകളുണ്ട്. ഈ ഒരൊറ്റ വ്യക്തികൾക്കും ഷിബു പീഡിയേക്കൽ എന്ന ഒറ്റയാൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു ഭാഷയെ പറയാം, ഞാൻ വനത്തിൽ താമസിച്ച് വളർന്നുകൊണ്ട് ഞാൻ പറയാം, കാട്ടിൽ ഒറ്റയാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എത്ര വലിയ കൂട്ടം ആനയാണെങ്കിലും ഓടി രക്ഷപ്പെടും. അപ്പോൾ ഷിബു പീഡിയേക്കൽ എന്ന് പറയുന്ന ഒരു ഒറ്റയാനാണ്. ആ ഒറ്റയാനെ തളയ്ക്കാൻ കേരളത്തിൽ ഒരൊറ്റ പെന്തക്കോസ്തുകാരനും ചങ്കൂറ്റമില്ല. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇവമാർക്ക് ഉത്തരവില്ല. എനിക്ക് പറയാം. അപ്പം ഞാൻ ഈ ഷിബു ബ്രദറിൻ്റെ യഹോവ വിഷയത്തിൽ ഞാൻ യോജിക്കുന്നില്ല. യഹോവ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുമില്ല. അതായത് യഹോവ പിശാചാണെന്നാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഈ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. ഞാനൊരു പെന്തക്കോസ് വിശ്വാസിയാണ്, അതിൽ വിശ്വസിക്കണം. പക്ഷേ ഷിബു പീഡിയേക്കലിൻ്റെ ചോദ്യങ്ങൾ പഠന വിഷയമാക്കേണ്ടതാണ്. അതൊന്നും എടുത്ത് പറയാം. ഷിബു പീഡിയേക്കലിൻ്റെ ചോദ്യങ്ങൾ പഠന വിഷയമാക്കേണ്ടതാണ്. ആ വിഷയം പഠന വിഷയമാക്കിയ ഒരു തിസീസ് തന്നെ എഴുതാനായിട്ടുണ്ട്. മനസ്സിലായി? ഒന്ന്, അല്ലെങ്കിൽ ഷിബു പീഡിയേക്കലിനോട് നേരിടാൻ ചങ്കൂറ്റമുള്ള ഒരുത്തനുണ്ട് എന്ന് പറഞ്ഞ് വരട്ടെ, ഞാൻ പ്രോഗ്രാം അറേഞ്ച്മെൻറ്റ് ചെയ്യാം. ചങ്കൂറ്റമുള്ളവൻ വന്ന് വാദിക്കട്ടെ. അങ്ങനെ ആരും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്, ഏതെങ്കിലും പെന്തക്കോസ്തുകാരൻ ഷിബു പീഡിയേക്കൽ എന്ന ഒറ്റയാനോട് നേരിടാൻ ചങ്കൂറ്റമുള്ളവനുണ്ടെങ്കിൽ ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് ഞാൻ മോഡറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ സംസാരിപ്പിക്കാം. ഏതെങ്കിലും ചങ്കൂറ്റമുള്ള വ്യക്തി ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് വരാം. അപ്പോൾ അതിൻ്റെ അർത്ഥം പാസ്റ്റർ ഷിബു പീഡിയേക്കൽ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്നും വസ്തുതാപരമാണെന്നും അതിനൊക്കെ തെളിവുകളുണ്ടെന്നും അത് അദ്ദേഹത്തിന് സമർത്ഥിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളേ എൻ്റെ അർത്ഥം. അത് പറയാം. ഞാൻ ഷിബു പീഡിയേക്കലിൻ്റെ ഉപദേശങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ ഒരു സംവാദകനല്ല, അതാദ്യം മനസ്സിലാക്കണം. ഞാൻ ഒരു പത്രപ്രവർത്തകനാണ്. ഞാൻ മറ്റുള്ളവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മനോജ് സാറാണ്. ഞാൻ ഒരു സംവാദകനല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സംവാദത്തിൽ ഏർപ്പെടില്ല. കാരണം അത് എനിക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. ഞാനത് അംഗീകരിക്കുന്നു. നമുക്ക് വഴക്കമില്ലാതെ അല്ല, വഴക്കമില്ലെന്നല്ല, ഒരു പക്ഷേ ഞാൻ സംവാദത്തിൽ ഏർപ്പെട്ടാൽ ഞാൻ തോറ്റുപോകും. ഞാൻ അംഗീകരിക്കുന്നു, പരസ്യമായിട്ട് അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സംവാദത്തിനില്ല. മനസ്സിലായോ? കാരണം അത്രയും ഏരിയ കവർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പ്രോഗ്രാം അറേഞ്ച് ചെയ്യും. നിങ്ങൾ പഠിച്ചവർക്ക് വരാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ല, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. അങ്ങനെ ഒരു ഷിബു പീഡിയേക്കൽ പാസ്റ്ററുമായിട്ട് ഒരു സംവാദത്തിന് വരാത്തത് കൊണ്ട് അല്ലെങ്കിൽ തയ്യാറാകാത്തത് കൊണ്ട് മറ്റ് പെന്തക്കോസ്ത് വിഭാഗങ്ങളും പെന്തക്കോസ്തുകാരും പറയുന്ന ആശയങ്ങളെല്ലാം തെറ്റാണെന്നും അതിന് തെളിവുകളില്ലെന്നും അവർ പരാജയ ഭീതിയോടുകൂടിയാണെന്നും നമുക്ക് സമർത്ഥിക്കാൻ കഴിയുമോ? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സംവാദം നടത്തുന്നവർക്ക് മനസ്സിലെങ്കിലും അതല്ല എൻ്റെ അകത്തെ കാര്യം. ഷിബു പീഡിയേക്കലിനോട് ജയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് ഈ ഷിബു പീഡിയേക്കലിനെതിരെ ഇത്രയും സൈബർ അറ്റാക്ക് നടത്തുന്നത്.
അതേസമയം ഞങ്ങൾ പറയുന്ന ആശയത്തെ ജയിക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ട് എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ സൈബർ അറ്റാക്ക് നടത്തില്ല. ഇപ്പം എന്നെക്കുറിച്ച് പെന്തക്കോസുകാർ പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം, ഞാൻ ഷിബു പീഡിയക്കൽ എന്ന ദുരുപദേശകൻ്റെ കൂടെ ഇരിക്കുന്നു, എനിക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നു. എന്തിനാണ് സൈബർ അറ്റാക്ക് നടത്തുന്നത്? അങ്ങനെയുള്ളവനാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറയണം, സാജു ബ്രദറെ, നിങ്ങൾ ഷിബു പീഡിയക്കലുമായി ഒരു പ്രോഗ്രാം അറേഞ്ച്മെൻറ്റ് ചെയ്തു, ഞാൻ വന്ന് സംസാരിക്കാം. അപ്പം ഭയമുള്ള അത് സാറേ, ധൈര്യമില്ലാത്തവൻ്റെ ഏറ്റവും വലിയ ആയുധമല്ലേ ഈ കമൻ്റ് എഴുത്ത്? അതായത് അവഹേളനം, ഉത്തരം മുട്ടുമ്പോൾ തുണി മുക്കി കാണിക്കുക എന്ന് പറയും അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വാക്കാണ്, അത് കറക്റ്റാ. ഷിബു പീഡിയക്കലിനെ സൈബർ അറ്റാക്ക് നടത്തുന്നവനെ ചങ്കൂറ്റമില്ലാത്തവനാണ്. അവൻ തോറ്റുപോയത് കൊണ്ടാണ് സൈബർ അറ്റാക്ക് നടത്തുന്നത്. ഷിബു പീഡിയക്കൽ ആരെയും സൈബർ അറ്റാക്ക് നടത്തുന്നില്ല. അത്തരം മോറൽ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരാളാണോ? അതെ. അതുമാത്രമല്ല, കേരളത്തിലെ പല പെന്തക്കോസുകാരുടെ പാസ്റ്റർമാരുടെയും കഥകൾ, പല വെടിക്കഥകളും ഇദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. സാർ അതിൽ ഇടപെടേണ്ട, ഞാൻ പറയുന്നതാണ്. കേരളത്തിലെ പല പെന്തക്കോസ് പാസ്റ്റർമാരുടെയും വെടിക്കഥകൾ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് പോയി പല സംബന്ധം കൂടിയ ചരിത്രം എല്ലാം പുള്ളിക്കറിയാം. കേരളത്തിലെ പല ആളുകളുടെ പെന്തക്കോസ് സമൂഹത്തിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അറിയാം. എനിക്ക് പല ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. മനസ്സിലായോ? എനിക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ. ഇപ്പോൾ ഈ മാനുഷികമായിട്ട് ബലഹീനതകൾ ഉള്ളവരൊക്കെയാണ് മനുഷ്യർ. കാരണം മനുഷ്യൻ പൂർണ്ണമല്ല എന്നുള്ള കാര്യം, ഒരു കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ വിശ്വാസികൾ ബലഹീനതയുണ്ട്, പാസ്റ്റർമാർ ബലഹീനതകളുണ്ട്. അവരുടെ ഇടപെടലുകളിലും അവരുടെ പ്രവർത്തനങ്ങളിലും ജീവിതത്തിലും നമുക്കെല്ലാവർക്കും ബലഹീനത ഉള്ളവരാണ്. പക്ഷേ അതിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാസ്റ്ററുടെ പേരിൽ ആരോപണം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സ്ത്രീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി, അതൊക്കെ പ്രചരിപ്പിക്കുന്നത്, അതൊക്കെ പെന്തക്കോസ്തുകാർ തന്നെ ഷെയർ ചെയ്യുകയും പെന്തക്കോസ്തുകാർ തന്നെ അതൊക്കെ തന്നെ ആഘോഷിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഷമീർ കൊല്ലം എന്ന് പറയുന്ന ദേവദാസൻ, എനിക്ക് അദ്ദേഹത്തുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ അദ്ദേഹത്തിനൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തത് പെന്തക്കോസുകാർ തന്നെയല്ലേ? ആ ഒരു സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക് സ്വന്തം സമൂഹത്തോടും പാസ്റ്റർമാരോടും വിശ്വാസികളോടും ചെയ്യുന്നത് ശരിയാണോ? ഒരിക്കലും ശരി. അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, അതൊരിക്കലും ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പല രഹസ്യങ്ങളും എനിക്കറിയാമെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാറില്ല. ഒരാളുടെ ലൈംഗിക കഥകളോ, അല്ലെങ്കിൽ അവൻ പോയി മദ്യപിച്ചതോ, അല്ലെങ്കിൽ അവൻ ഇനി സ്വവർഗരതി ഭോഗം നടത്തിയതോ, ഇതൊന്നും ഞാൻ പബ്ലിഷ് ചെയ്യാറില്ല. ഗോസ്പൽ ടിവിക്ക് ബാധകമല്ല. അല്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. അവൻ ദൈവത്തോട് തീർക്കട്ടെ. അവിടെയാണ് ഈ ഷിബു ബ്രദറിൻ്റെ ഇത് ഞാൻ പറയുന്നത്. ഈ പല പാസ്റ്റർമാരുടെയും പല ചരിത്രം പുള്ളിക്ക് തെളിവ് സഹിതം പുള്ളിയുടെ കയ്യിലുണ്ട്. പലതും എന്നോട് പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യില്ല എന്നും അത് ലൈവിൽ പറയുകയില്ലെന്നും അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് കേരളത്തിലെ പ്രമുഖനായ ഒരു പാസ്റ്റർ 10 വർഷമായിട്ട് തൻ്റെ സഹപ്രവർത്തകൻ്റെ ഭാര്യയെ ഭോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷമായിട്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭനായ പാസ്റ്റർ 10 വർഷമായി തൻ്റെ സഹപ്രവർത്തകനായ എൻ്റെ ഭാര്യയെ ഭോഗിച്ചുകൊണ്ടിരുന്നു. അത് കയ്യോടെ പിടിക്കപ്പെടുകയും, പണ്ട് ആദാമും ഹവ്വയും എങ്ങനെ ഇരുന്നു അതുപോലെ ഇവരെ പിടിക്കപ്പെടുകയും അത് പല ആളുകൾ അറിയുകയും ചെയ്ത സന്ദർഭമുണ്ട്. അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഷിബു പാസ് ഇരിപ്പുണ്ട്. അത് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ഇതൊക്കെ സത്യമായ വസ്തുതകളാണോ? സത്യമോ അസത്യമോ അതല്ല ഞാൻ പറഞ്ഞത്. ഇത് ഷിബു ബ്രദറിനെ കുറിച്ചോ സാജു തോമസിനെ കുറിച്ചാണ് ഒരു ബന്ധുക്കോസുകാരന് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം എന്തായിരുന്നു സംഭവം? വിത്തിൻ സെക്കൻഡ്സ് വെച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുമായിരുന്നു. അവിടെയാണ് ഞാൻ ഷിബു പീഡിയക്കലിൻ്റെ ഇത് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ആശയപരമായ സംവാദം മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായി ആളുകളെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രശ്നം, അതിൻ്റെ ആവശ്യം അദ്ദേഹത്തിനില്ല, അത് ചെയ്യുകയില്ല. അതാണ് ഒരു മനുഷ്യൻ്റെ മാന്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ എത്ര പേര് വ്യക്തിഹത്യ ചെയ്യുന്നു? നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആശയത്തെ എതിർക്കണമെങ്കിൽ വാ, ലൈവിൽ വാ, നിങ്ങൾ സംസാരിക്കുക. ഇതല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഷിബു പീഡിയക്കലിൻ്റെ കാര്യമാണ് എന്നോട് ചോദിച്ചത്. ഞാനതിന് പിന്നെ അദ്ദേഹത്തിന് പറ്റിയ മറ്റൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് സമൂഹത്തെ നന്നാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പുള്ളി പറഞ്ഞു പെന്തക്കോസ്ത് സമൂഹത്തിന് ഒരു ദൈവശാസ്ത്രം വേണം, അതിനൊരു ഓർഡർ വേണം. ഇത് പെന്തക്കോസ്ത് സമൂഹത്തിന് ദൈവശാസ്ത്രം ഇല്ലെന്നാണോ സാർ പറയുന്നത്? പെന്തക്കോസ്ത് സമൂഹത്തിന് എഴുതപ്പെട്ട ഒരു ദൈവശാസ്ത്രമില്ല. കത്തോലിക്ക സഭയ്ക്ക് എഴുതപ്പെട്ട ഒരു പുസ്തകം ഉണ്ടല്ലോ,
അപ്പം നമ്മുടെ ഉപദേശം അപ്പോൾ ഈ വിശ്വാസം അതുപോലെ തന്നെ ക്രൂശ് മരണം, അടിസ്ഥാന ഉപദേശങ്ങൾ, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, ഈ പിന്നെ സ്വർഗത്തിലേക്കുള്ള പോകുന്നത്, ഇങ്ങനത്തെ ഒന്നും അടിസ്ഥാന ഉപദേശങ്ങളല്ലേ? അല്ല, ഇതൊന്നും എഴുതപ്പെട്ട ഒരു പുസ്തകമാക്കി അല്ല, എഴുതപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ പോലും ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളല്ലേ പെന്തക്കോസ്ത് സഭ? സാറേ, ബൈബിൾ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ 66 പുസ്തകങ്ങളും പഠിക്കുകയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന പെന്തക്കോസ് എന്ന് പറഞ്ഞൊരു സഭയുണ്ടോ? ഇല്ല. അപ്പം അനുഭവം അത് എഴുതി വെക്കണ്ടേ? ഈ പെന്തക്കോസ് സഭ എന്ന് പറഞ്ഞപ്പോൾ എന്നാ സഭയാടാ നിന്റെ സഭ? പെന്തക്കോസ് എന്ത് സഭ? അപ്പം നമ്മളതിനൊരു റിട്ടേൺ ആയിട്ട് നമുക്കതിന് വേണം. ഈ പുള്ളിക്കാരൻ ഇത് എന്നിട്ട് പറഞ്ഞു, നമ്മുടെ പാസ്റ്റർ ഇതൊരു നമുക്ക് ദൈവശാസ്ത്രം വേണം, നമ്മുടെ പാസ്റ്റർമാർക്ക് ട്രെയിനിങ് കൊടുക്കണം, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് സ്കൂൾ വേണം, കോളേജ് വേണം, അതൊക്കെ പറഞ്ഞു. പെന്തക്കോസുകാർ അംഗീകരിക്കുമോ? അപ്പോൾ അങ്ങനെ വന്ന് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായ എങ്ങനെയോ അദ്ദേഹം ചിന്തിച്ചു ഇതിലും മെച്ചം മറ്റത് തന്നെയാണ്. ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല, ഇതിലും മെച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അങ്ങനെയാണ് പുള്ളി പിന്തിരിഞ്ഞു പോകാനാണ് കാരണം.